ഹലോ മുത്തുമണികളെ, ഇത് ഇന്നലെ ഞാൻ എടുത്ത വീഡിയോ ആണ്. എനിക്കിത് ഇതുവരെ എഡിറ്റ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ ഇടുകയാണ്. ഇന്നലെ രാത്രിത്തെ ഞങ്ങളുടെ ഫുഡാണ് കേട്ടോ. ഇന്നലെ കുറേ സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു, കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഇന്നലെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പറ്റിയതും ഇല്ലായിരുന്നു. അപ്പോൾ ഇത് നമ്മളെ ഭീമാപള്ളിയിൽ നിന്നാണ് മീൻ നമുക്ക് കിട്ടുന്നത്. എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ മീൻ കടയാണ് കേട്ടോ. ശരിക്കും ഞങ്ങളെ വീട്ടിൻ്റെ തൊട്ടടുത്തൊക്കെ തന്നെയാണ് വലിയ തുറ, കോവളം. ഇവിടെ നിന്നൊക്കെ ഞങ്ങൾ മീൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് മനസ്സിന് പിടിക്കുന്ന മീൻ കിട്ടുന്നത് ഭീമാപള്ളിയിൽ നിന്നാണ്. ഈ മീനെന്ന് പറയുന്നത് വങ്കടയാണ്. വങ്കട ഞങ്ങൾ വാങ്ങലില്ല. ഒന്നാമത്തെ കാര്യം, അതിന് തൊലി ഉരിക്കുമ്പോൾ കൈ മുറിഞ്ഞു പോകും, അത് കാരണം വാങ്ങൂല. പിന്നെ ഇതിന് തൊലിയൊക്കെ ഉരിഞ്ഞെടുക്കുമ്പോഴത്തേക്കും പിന്നെ അതിന് ചതയും ഉണ്ടാവില്ല, അതുകൊണ്ട് വാങ്ങൂല. ഞാൻ മീൻ കഴിക്കില്ല, എൻ്റെ മൂന്നാമത്തെ മോളും മീൻ കഴിക്കില്ല കേട്ടോ. പിന്നെ പൊരിച്ചാൽ കഴിക്കും, അതും തോന്നണം. ഇവിടെ ഇദ്ദേഹം മീൻ പൊരിച്ചാൽ ഇങ്ങനെ നമ്മൾ വെള്ളത്തിയിട്ട് അവിച്ചിട്ട് കൊടുക്കുന്ന പോലെ പൊരിച്ചോന്ന് ചോദിച്ചാൽ പൊരിച്ചു, പൊരിച്ചില്ലേ എന്ന് ചോദിച്ചാൽ പൊരിച്ചില്ല, അങ്ങനെ പൊരിച്ചു കൊടുക്കുന്നതാണ് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാനിന്ന് എന്ത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? അതായത് ആരോ പറയുന്നുണ്ടായിരുന്നു എൻ്റെ മക്കളിൽ രണ്ടാമത്തെ മകൻ രോഗിയാണ് എന്ന്. എൻ്റെ മക്കളിൽ ഒരാൾക്ക് പോലും യാതൊരു തരത്തിലുള്ള രോഗവും ഇല്ല എന്നുള്ള കാര്യം ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. എടാ, ഞാൻ എങ്ങനെയാണ് മീൻ കറി വയ്ക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഇതൊക്കെ ഞാൻ സ്വയം പഠിച്ചതാണ് കേട്ടോ. ഞാൻ പല കാര്യങ്ങളും വയ്ക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ നിങ്ങളോട് ഇതെങ്ങനെയല്ലല്ലോ, അങ്ങനെയല്ലേ എന്ന് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കും അത് ഞാൻ തനിയെ പഠിച്ചെടുത്തതാണേ. അപ്പോൾ മോൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. മോന് ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് 7 മാസങ്ങൾ പിന്നിടുമ്പോഴാണ് അറിയുന്നത് എൻ്റെ മോൻ്റെ 2 കിഡ്നിക്കും പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത്. അപ്പോൾ തെക്കാടാണ് ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് പിന്നീട് കുഞ്ഞിൻ്റെ കിഡ്നി സർജറി ചെയ്യണം, അതുകൊണ്ട് സർജനുള്ളത് SATയിലാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ SAT പൊക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ 7-ാം മാസം മുതൽ SATയിലാണ് പിന്നെ ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് എൻ്റെ മോനെ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഈ ഒരു വിഷയം ഞാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മെൻ്റലി ഞാൻ ഭയങ്കര വീക്കായത് കൊണ്ടാണോ എന്ന് എനിക്കറിഞ്ഞില്ല. ഞാൻ ശരിക്കും മെൻ്റലി ഭയങ്കര വീക്കായി പോയിട്ടുണ്ടായിരുന്നു അന്ന്. എനിക്ക് ഒരു മോളുണ്ട്, എന്നിട്ട് പോലും ഈ രണ്ടാമത്തെ കുഞ്ഞിനെ ഞാൻ പ്രഗ്നൻ്റാണ്, എന്നിട്ടും എനിക്ക് ആ കുഞ്ഞിനെ ആലോചിച്ചിട്ട് എനിക്ക് ഉറങ്ങാനോ തിന്നാനോ കുടിക്കാനോ ഒന്നിനും പറ്റാത്തൊരു മാനസികാവസ്ഥയിലോട്ട് ഞാൻ അങ്ങനെ മാറിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പച്ചവെള്ളം പോലും നമുക്ക് ഇറക്കുമ്പോൾ ഇങ്ങനെ അന്നനാളത്തിൽ നിന്ന് എന്തോ തീ കഴിക്കും പോലെയാണ്, അത്രയും പൊള്ളിയിട്ടാണ് പച്ചവെള്ളം പോലും ഇറങ്ങിപ്പോകുന്നത്. അങ്ങനെ എനിക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് ഞാൻ 9-ാം മാസത്തിൽ എന്നെ അഡ്മിറ്റാക്കുകയാണ് ചെയ്തത്. അവിടെ പക്ഷേ അഡ്മിറ്റ് ആയതിന് ശേഷമുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഭയാനകമായ ഒരവസ്ഥയാണല്ലോ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പം മെൻ്റലി ഞാൻ ഭയങ്കര വീക്കാണ്, ഫിസിക്കലിയും ഭയങ്കര വീക്കാണ്. ആ ഒരു ടൈമിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റും കൂടി ആയിക്കഴിഞ്ഞപ്പോൾ ആകെ ഭയങ്കരമായ വിഷയങ്ങൾ എൻ്റെ ലൈഫിലുണ്ടായിട്ടുണ്ട് ആ ഒരു ടൈമിൽ. സാധാരണ എൻ്റെ ഏതൊരു കുട്ടികളെയും വെയിറ്റ് കുറവ് എന്നതിൻ്റെ പേരിൽ നേഴ്സറിയിൽ ആക്കുമ്പോൾ എൻ്റെ മോനന്ന് വെയിറ്റ് കൂടുതൽ എന്ന് പറഞ്ഞിട്ട് അന്ന് ഹോസ്പിറ്റലിലാക്കിയിട്ടുണ്ടായിരുന്നു. സിസേറിയൻ വേണം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. എൻ്റെ വയറ് കണ്ടു കഴിഞ്ഞാൽ 2 ഇരട്ട കുട്ടികളുടെ വയറ് പോലെയാണ് തോന്നിച്ചിരുന്നത്. എല്ലാവരും ചോദിക്കും, ഇതെന്ത് ഇത്ര വലിയ വയറ്, നിങ്ങൾക്ക് എന്താ ഇരട്ട കുട്ടികളാണോ എന്ന് ചോദിക്കുമായിരുന്നു. സംഭവം എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ, ഈ രോഗാവസ്ഥ ഉള്ളത് കൊണ്ടാണോ അങ്ങനെ വലിയ വയറായിരുന്നു. അത് കഴിഞ്ഞ് ഈ കുഞ്ഞിനെ പ്രസവിക്കാൻ പറ്റില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ട് സിസേറിയൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് സിസേറിയനുള്ളതെല്ലാം റെഡിയാക്കി വെച്ചു. എങ്കിലും ഭാഗ്യത്തിന് ഞാൻ സുഖമായിട്ട് പ്രസവിക്കുകയാണ് ചെയ്തത്. കാരണം എൻ്റെ മോൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 4 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വെയിറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ കുഞ്ഞിനെ നഴ്സറിയിൽ വെക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു. അത് കഴിഞ്ഞ് 6 മാസം പ്രായമുള്ളപ്പോൾ എൻ്റെ മോൻ്റെ കിഡ്നി ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു കിഡ്നി നല്ല കറക്റ്റ് ആയതിന് ശേഷം 1.5 വയസ്സായപ്പോൾ രണ്ടാമത്തെ കിഡ്നിയും ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു.
ഈ സർജറി കഴിഞ്ഞതിന് ശേഷം ഒരു 1-2 വർഷം പ്രോപ്പറായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് മരുന്നൊന്നുമില്ല. അവൻ്റെ കിഡ്നിയുടെ ഫങ്ഷൻ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടേ ഉണ്ടായിരുന്നു. 2 വർഷങ്ങൾ കൊണ്ട് തന്നെ 2 കിഡ്നിയും നോർമലായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മുമ്പ് ആരോ ഇങ്ങനെ ഹൈഡ്രോനെഫ്രോസിസ്, എൻ്റെ കിഡ്നിക്ക് ഹൈഡ്രോനെഫ്രോസിസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ മോനും ഹൈഡ്രോനെഫ്രോസിസ് എന്നൊരു രോഗമുണ്ടായിരുന്നു, അവൻ്റെ കിഡ്നി ഇപ്പോൾ നോർമൽ ഫങ്ഷൻ ആണ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞത് എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു വിഷയം ഉള്ളത് കൊണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അവൻ വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു സർജറി ചെയ്തത് കൊണ്ട് സക്സസ് ആയതാണോ എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഇന്ന് വരെയും ഇപ്പോൾ എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ചുമയും പനിയും ഒക്കെ പിടിച്ച് പോയതാണ്. പക്ഷെ എൻ്റെ മോന് അതും വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു രോഗവുമില്ലാത്ത എൻ്റെ കുഞ്ഞുങ്ങളെ എന്തിനാണ് വെറുതെ രോഗി എന്ന് കിടന്ന് വിളിക്കുന്നത്? നിങ്ങൾ എന്നെ എന്തെങ്കിലും പറഞ്ഞോടെ, എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എന്നെ പറഞ്ഞോ. അപ്പോൾ എനിക്ക് എൻ്റെ മക്കൾ ഭയങ്കര രോഗാവസ്ഥയിലാണ് എന്നൊന്നും നാട്ടുകാരോട് പറഞ്ഞ് എനിക്ക് സിമ്പതിയൊന്നും വാങ്ങേണ്ടുന്ന കാര്യമില്ല. ഉള്ള കാര്യമാണ്, എൻ്റെ മക്കളിൽ ആരും തന്നെ ഒരു രോഗാവസ്ഥയും ഇല്ലാത്ത കുഞ്ഞുങ്ങളാണ്. എൻ്റെ 4ാമത്തെ മോന് ശരിക്ക് കാൽസ്യം കുറവായതിൻ്റെ പേരിൽ ജന്നി വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് ആ ഡോക്ടർമാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ഭാഗ്യമാണ്, കാരണം ഒരു ദിവസം ഇത്രയും പ്രാവശ്യം ജന്നി വന്നിട്ട് സാധാരണഗതിയിൽ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഈ ഞരമ്പ് ബുദ്ധിയില്ലായ്ക അങ്ങനത്തെയൊക്കെ രോഗങ്ങൾ വന്നേക്കാം. പക്ഷേ എന്തോ നിങ്ങളുടെ മകന് അങ്ങനെ ഒരു വിഷയം വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ എൻ്റെ ഒരു കുഞ്ഞുങ്ങൾക്കും യാതൊരു തരത്തിലുള്ള രോഗാവസ്ഥയില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ വെറുതെ ഇനി അതൊക്കെ പോട്ടെ. ഞാൻ വേറൊരു കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ടായിരുന്നു വന്നത്. രാവിലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ സിലുവിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് കുറേ പേര് കമൻ്റ് ഇട്ട് എന്നെ നന്നായിട്ട് നല്ലതുപോലെ മെൻ്റലി ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാർ ഇത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും അത് ഞാൻ പോസിറ്റീവായിട്ട് തന്നെയാണ് എടുക്കുന്നത്. കാരണം എൻ്റെ എല്ലാ തീരുമാനങ്ങളെയും നിങ്ങൾ അംഗീകരിക്കണം, അല്ലെങ്കിൽ എൻ്റെ എല്ലാ അഭിപ്രായങ്ങളെയും നിങ്ങൾ അംഗീകരിക്കണം എന്ന് എനിക്ക് വാശി പിടിക്കാൻ വേണ്ടിയിട്ടൊന്നും പറ്റില്ല. അത് എൻ്റെ കാഴ്ചപ്പാടാണ്, എൻ്റെ ചിന്താഗതികളാണ്. ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷമാണ് ഞാൻ വേറെ കുറേ കാര്യങ്ങൾ അറിഞ്ഞത് കേട്ടോ. അത് അറിഞ്ഞിട്ടും എനിക്കത് പബ്ലിക്കിൽ വന്നിട്ട് പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ജീവിച്ചു തീർക്കേണ്ടുന്നതാണ്. നമ്മുടെ ജീവിത കഥ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വെറും കഥയായിരിക്കും. ഇപ്പോൾ പിരിഞ്ഞു പോകുന്ന എന്ന് പറയുന്ന ദമ്പതികൾ ഒന്നിച്ചു ചേർന്ന് ജീവിക്കണമെന്ന് ലോകത്തൊരാളും ആഗ്രഹിക്കേണ്ട കാര്യം അവർക്കില്ലേം തന്നെ. എൻ്റെ ലൈഫ് സക്സസ് ആയിട്ട് കൊണ്ടുപോകണം എന്ന് ചിന്തിക്കേണ്ടത് ഞാൻ തന്നെയാണ്. അപ്പോൾ നമുക്കങ്ങനെ ഒരു ആഗ്രഹമില്ല, എനിക്കങ്ങനെ ഒരു ഇണയുടെ ആവശ്യമില്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൽ വിഷയം നമുക്കതിൽ പിന്നെ ഒന്നും പറയാനായിട്ടില്ല. പിന്നെ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത്, സാധാരണഗതിയിൽ സ്ത്രീകൾ ചിന്തിക്കുന്നത് മക്കൾക്ക് ഒരു ഉപ്പാൻ്റെ സംരക്ഷണം വേണം, കെയറിങ് വേണം എന്ന് പറഞ്ഞ് വല്ല പെണ്ണുങ്ങളുടെയും ഭർത്താക്കന്മാരെ അടിച്ചെടുക്കുന്ന പെണ്ണുങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നതൊന്നുമല്ല കേട്ടോ. അത് മറ്റുള്ളവരുടെ സ്വത്ത് നമ്മൾ കൈക്കലാക്കുന്നത് പോലെയാണ്. പിന്നെ എത്ര നമ്മൾ മറ്റുള്ളവരുടെ സ്വത്ത് കൈക്കലാക്കിയാലും അത് അവരുടെ സ്വത്താണ്, അത് അവർക്ക് അവകാശപ്പെട്ടതാണ്. അത് പടച്ച തമ്പുരാൻ അവരുടെ കൈകളിൽ തന്നെ കൊണ്ടുവന്ന് എത്തിക്കും. ഞാൻ അതല്ല പറഞ്ഞത്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അച്ഛനമ്മമാരുടെ സംരക്ഷണം ആവശ്യമാണ്. അവിടെ പലപ്പോഴും ചെറിയ ചില ഈഗോകളും ചെറിയ ചില വിഷയങ്ങളും പിന്നെ സമ്പത്ത്, ഈ പണം എന്ന് പറയുന്നത് ഒരു ഇബിലീസിനെ പോലെയാണ്. അതായത് പണം ഉണ്ടായാലും വിഷയമാണ്, പണം ഇല്ലെങ്കിലും വിഷയമാണ് എന്ന് പറഞ്ഞതുപോലത്തെ ഒരവസ്ഥയാണ്. ഏതൊരു മിക്ക കുടുംബ ജീവിതത്തിൻ്റെയും കഥ എടുത്തു കഴിഞ്ഞാൽ സാമ്പത്തികം ഒരു മെയിൻ ഫാക്റ്റായിരിക്കും. അപ്പോൾ ഒന്നും പറയാനില്ല, അതിന് അവരവർ തന്നെയാണ് ചിന്തിക്കേണ്ടത്. കാരണം സ്വന്തം ജീവിതം നിലനിർത്തണോ വേണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത് അവരവർ തന്നെയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒരു റിയാക്ഷൻ ചാനലുകാർക്ക് അവർ ഇട്ടുകൊടുത്തത് വളരെ മോശമാണ് എന്നുള്ള ഒരു ചിന്തയാണ്. അതുപോലെ തന്നെ സിലു ഇതിനു മുമ്പും ഈ ഒരു വിഷയം പറയുന്നതിന് മുന്നേ തന്നെ ഭർത്താവിനെ ഇങ്ങനെ ഒരു സംശയ നിഴലിലെത്തിക്കുന്ന തരത്തിലുള്ള വീഡിയോകൾ ചെയ്തിട്ടാണ് ലാസ്റ്റ് ഞാനിങ്ങനെ ഒഫീഷ്യലായിട്ട് പറയുകയാണ് ഞങ്ങൾ സെപ്പറേറ്റ് ആയി. അപ്പോൾ അതിനു മുമ്പ് അവരിട്ട വീഡിയോകളിൽ അവർ പറയുന്നതെല്ലാം തന്നെ അവരുടെ ഭർത്താവിനെയാണ് എന്ന് പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ്.
ഇനിയിപ്പോൾ ഇതിൻ്റെ ക്ലാരിഫിക്കേഷനുമായിട്ട് ഭർത്താവ് രംഗത്ത് വരും. ഇത് ശരിക്കും ബാധിക്കുന്നത് ആരുടെ മെൻ്റൽ സ്ട്രെങ്താണ്? നമുക്കൊരു നല്ല പൗരനെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾക്കാണ് സാധിക്കുന്നത്. അപ്പോൾ ആ മാതാപിതാക്കൾ തന്നെ നടു റോട്ടിൽ വന്ന് നിന്ന് തല്ലുകൂടുന്നത് കാണുമ്പോൾ ആ കുട്ടികൾ അനുഭവിക്കുന്ന വിഷമവും വേദനയും ഒക്കെ കൂടി ഇങ്ങനെ ചിന്തിച്ചിട്ടാണ് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത്. പിന്നെ ഇത് സോഷ്യൽ മീഡിയയിലേക്ക് ആദ്യം കൊണ്ടുവന്നത് സിലു തന്നെയാണ്. സോഷ്യൽ മീഡിയയിലേക്ക് ഈ ഒരു വിഷയം എത്തിച്ചതിൽ 100% പങ്കുള്ളതും സിലുവിന് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് സിലുവിനെ അല്ലേ പറയാൻ വേണ്ടിയിട്ട് പറ്റൂ. അവർ തന്നെയാണ് അങ്ങോട്ട് ചാടടാ കുഞ്ഞിരാമ, ഇങ്ങോട്ട് ചാടടാ കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ അങ്ങേര് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുമുണ്ട്. അത് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞ് ഒരു ജീവിതത്തിൻ്റെ പകുതി ഭാഗവും കഴിഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഈ ജീവിതം വേണ്ട, ഞാൻ സിംഗിൾ പാരൻ്റായിട്ട് ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്ന ആ സമയത്ത് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഞാൻ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചിരിക്കുമ്പോഴും ഞാൻ തനിയെ എൻ്റെ മക്കളുടെ കാര്യങ്ങൾ നോക്കി. അപ്പോൾ പിന്നെ സിംഗിൾ പാരൻ്റായി എന്നുള്ളത് വലിയ വിഷയമൊന്നുമല്ലല്ലോ. കാരണം അവർ നേരത്തെയും സിംഗിൾ പാരൻ്റ് തന്നെയാണ് എന്ന് അവർ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എന്തിനാണ് അതിന് ഒരാവശ്യമില്ലാത്ത ഒരു ബിൽഡപ്പ് കൊടുക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. ഇത് ഇഷ്ടമുള്ളവർ അംഗീകരിക്കുക, ഇഷ്ടമില്ലാത്തവർ ഓക്കെ. എന്തായാലും അവരുടെ ജീവിതം അവർ ജീവിക്കണം. വേണ്ടാന്ന് വെച്ചാലും അവർക്ക് നഷ്ടം, വേണമെന്ന് വെച്ചാലും അവർക്ക് തന്നെയാണ് ലാഭം. എടാ, ഞാനൊരു പുതിയ ചട്ടി എടുത്ത്, ഞാൻ സാധാരണ മീൻകറിയിൽ കടുക് പൊട്ടിക്കാറൊന്നുമില്ല, എനിക്ക് ഭയങ്കര അഹങ്കാരം കൂടിയിട്ടാണ്. പുതിയൊരു ചട്ടി എടുത്തപ്പോൾ ഷോഫ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചട്ടിയിൽ കടുക് വറുക്കുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നത്. ഒരു ആവശ്യമില്ല കേട്ടോ, എന്നാലും ഒരു മനസ്സുഖം. അപ്പം നമ്മൾ മുമ്പ് എൻ്റെ വല്യമ്മേരെ വീട്ടിലായിരിക്കുന്ന സമയത്ത് എല്ലാ കറിയിലും കടുക് പൊട്ടിക്കുമായിരുന്നു കേട്ടോ. എൻ്റെ വീട്ടിൽ അങ്ങനെ കടുക് പൊട്ടിക്കലൊന്നുമില്ല. പിന്നെ എൻ്റെ ഹസ്ബൻഡ് വന്നതിന് ശേഷം ചില കറികളിലൊക്കെ ഇങ്ങനെ കടുക് പൊട്ടിക്കും. അത് അദ്ദേഹത്തിന് വലിയ താല്പര്യവും ഇല്ലാത്തൊരു കാര്യമാണ്. പിന്നെ ഞാൻ എന്തായാലും കടുക് പൊട്ടിക്കാൻ വേണ്ടി പുതിയൊരു ചട്ടി വാങ്ങിച്ചതല്ലേ, അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ചിട്ട് വലിയൊരു ഷോപ്പ് കാണിച്ചതാണ്. അപ്പോൾ നമുക്ക് രാത്രിയിലത്തേക്ക് എന്താണ് ഫുഡ് എന്നറിയാമോ? രാത്രിയിലത്തേക്കുള്ള നമ്മളെ ഫുഡ് എന്ന് പറയുന്നത് പുട്ട്, മീൻ പൊരിച്ചത്, മീൻ കറി എന്നിവയാണ്. ഓക്കേ.